നമുക്കിന്നൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? സത്യം പറഞ്ഞാൽ സൺഡേ കഴിഞ്ഞ എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇറച്ചി സ്പെഷ്യൽ കാണുമല്ലേ? ഇല്ലാത്ത വീടുകളും ഉണ്ടാവും കേട്ടോ. ഇവിടെ എല്ലാ ആഴ്ചയൊന്നും വാങ്ങിക്കാറില്ല. ഇന്നെന്തായാലും ബീഫാട്ടോ വാങ്ങിച്ചേ. ബീഫ് നമ്മൾ നല്ലോണം കഴുകി വാരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടാൻ മറക്കണ ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തു. അടുത്ത് നമ്മൾ പൊടികൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം. നമ്മുടെ കഷ്ണത്തിൽ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുത്തു. അത് ഞാൻ സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കി, പക്ഷെ അത് നമുക്ക് സെറ്റാവില്ല. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ലോണം പ്രസ് ചെയ്ത് തന്നെ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വേപ്പിലും കൂടി ഇട്ടുണ്ടായിട്ടാ. ഇനി നമുക്കത് നന്നായിട്ട് എല്ലാവിടെയും ഉപ്പും മുളകൊക്കെ പിടിക്കണ രീതിക്ക് പ്രസ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കുക്കറിലോട്ട് മാറ്റിയാൽ മതി കേട്ടോ. നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഒരു കുക്കർ എടുത്തു. നമ്മൾ കുക്കറിലേക്ക് ഇത് മാറ്റി. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് കേട്ടോ അത് വെക്കുകയാണ്. കാരണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പോത്തിലായാലും പോർക്കിലായാലും വെള്ളം നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങി വരും. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും അടിയിൽ പിടിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫുള്ളായിട്ട് മാറ്റി കഴിഞ്ഞു. ഇനി നമുക്കത് അടച്ച് വേവിക്കാൻ വേണ്ടി വെക്കാം. ഞാൻ കുക്കർ അടച്ചു. ഇനി നമുക്കത് സ്റ്റവിലേക്ക് വെക്കാം കേട്ടോ. ഒരു ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും. വെച്ചതിന് ശേഷം എനിക്ക് പിന്നെ വീഡിയോ എടുക്കണോണ്ട് പിടി ഇങ്ങോട്ട് വെക്കണോ അങ്ങോട്ട് വെക്കണോ എന്ന് കൺഫ്യൂഷനായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തീ കത്തിച്ചു, ഗ്യാസ് ഓണാക്കി തീ കത്തിച്ചു. ഇനി നമുക്ക് ഇത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ നേരം കൊണ്ട് ഒരു 3 സബോളയും ഒരു പകുതി തക്കാളി, വലിയ തക്കാളി ആയതുകൊണ്ട് ഒരു പകുതി തക്കാളി എടുത്തുള്ളൂ, അതും അരിഞ്ഞ് വെച്ചു. പിന്നെ ഇപ്പോൾ 4 വിസിലല്ല 5 വിസിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ബീഫ് വെന്ത്. ഒരു 5 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണത്തിലൊക്കെ അത്യാവശ്യം ഉപ്പും മുളകൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കാണ്ട് വെച്ചിട്ടുണ്ടായി. പക്ഷേ സൈഡിലേക്ക് നോക്കി നെയ്യും വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് സൈഡിൽ മൊത്തം നെയ്യാട്ട കൂടുതൽ വെള്ളത്തിനേക്കാളും. നമുക്ക് കറിയിലേക്ക് ഇത്ര നെയ്യുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്നും കോരി മാറ്റി വെക്കണം. പിന്നെ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. ഞാൻ ഇന്ന് മൺചട്ടിയിലാട്ടോ വെച്ച്, മൺചട്ടി എടുത്ത് വെച്ചു. പിന്നെ മൺചട്ടി കൊണ്ട് ചൂടാവാൻ കുറച്ച് സമയം എടുക്കും. തീ കത്തിച്ച് കൊടുത്തു. ഇനി നമുക്ക് ചൂടാവാൻ വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ചൂടായി ഒന്ന് 10 കൈയൊക്കെ വെച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് കൈയൊന്നും പൊള്ളിക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക മൺചട്ടിയിൽ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ പിന്നാലെ തന്നെ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മൊരിയില്ല. അപ്പോൾ നമ്മളിത് മൊരിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അത് നല്ലോണം ഇളക്കി കുറച്ച് തീയൊക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇത് മൊരിഞ്ഞു വന്നു. ഇനി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. 3 സബോളയായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. സബോള ഇട്ട് കൊടുത്തു. ഉപ്പ് കണ്ട ഞാൻ അടുത്ത് തന്നെ വെച്ചേക്കണം, അല്ലെങ്കിൽ അത് മറന്നു പോകും. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതൊന്ന് വാടി വന്നപ്പോൾ ഞാൻ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മളിത് വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, വഴറ്റിയെടുക്കുക, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു. പിന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വന്നതിന് ശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. ആദ്യം നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. പൊടികൾ ഒന്നിച്ചോടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും മൊരിഞ്ഞ് വരില്ല. അപ്പോൾ നമ്മൾ ഓരോന്ന് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അടുത്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളാണ് ഇട്ടത്. പക്ഷേ സ്പൂണിലായതുകൊണ്ടാണ് ഞാൻ ഈ 2-3 പ്രാവശ്യമായിട്ട് ഇടുന്ന പോലെ ഇടണം കേട്ടോ. തോന്നുന്നതല്ല ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് 1.5 സ്പൂൺ മുളക് പൊടിയോളം ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചധികം സമയം നമ്മളത് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ മുളക് പൊടി മൊരിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഒരു കുത്തൽ എരിവും, പിന്നെ അതിന് നമുക്ക് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. മുളക് പൊടി നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കുക. നമ്മൾ കുറച്ച് നേരം ഇളക്കി അതെല്ലാവരും ആവുന്ന പോലെ ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടി ഇട്ടിട്ടില്ല, മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. 2 സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ സ്പൂൺ, അപ്പോൾ 2 സ്പൂണോളം ഗരം മസാല ഇട്ടു. ഇനി അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ വീണ്ടും ഇളക്കി കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇടാമല്ലോ കേട്ടോ. നല്ലോണം മൊരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായി, പക്ഷേ ഇതിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ
കുറച്ച് വെള്ളം ഒഴിക്കാവൂ. വെള്ളം ഒഴിക്കുക, നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കുക. 1 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട്, പിന്നെ നമ്മുടെ സബോളയൊക്കെ ഒരു നല്ല പരുവത്തിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടും. അങ്ങനെ കിട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേവി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബീഫ് ഒന്നിച്ചോടെ ഇടാണ്ട് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പ പോലത്തെ ഒരു കയ്യിലുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഞാനതിങ്ങനെ കുറേശ്ശെ കോരി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ബാക്കിയുള്ള നെയ്യെടുത്ത് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അവസാനം കുക്കറിലുണ്ടായത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കറിയിലേക്ക് കുറച്ച് നെയ്യിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി എല്ലാവരുടെയും ഈ ഗ്രേവി പിടിക്കണ വിധത്തിൽ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇട്ടപ്പം തന്നെ ഇളക്കി ഓഫാക്കരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റിലധികം നമ്മൾ നന്നായിട്ട് ഇളക്കുക. എല്ലാവരും ഗ്രേവി പിടിക്കുന്ന രീതിയിലാക്കി ഇളക്കി. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കണം കേട്ടോ. നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് തിള വന്നപ്പോൾ ഒന്ന് നടുക്കേക്ക് ആക്കിയിട്ട് തട്ടിപ്പൊത്തി വയ്ക്കാമെന്ന് പറയില്ലേ, അതേപോലെ ഒന്ന് നടുക്കേക്ക് ആക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് മൂടി വെച്ചതിന് ശേഷം തീ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം നെയ്യൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ എല്ലാവിടെയും നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോഴും ഇത് ഓഫാക്കാറായിട്ടില്ല. ഞാൻ കുറച്ച് 1 മിനിറ്റും കൂടി ഇളക്കിയതിന് ശേഷം പിന്നെ ഗ്യാസ് ഓഫാക്കി കൊടുത്തു കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്യാസ് ഓഫാക്കിയാലും മൺചട്ടി ആയി കാരണമുണ്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഏകദേശം ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴേക്കും നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ തിളയ്ക്കുന്നുണ്ട്, ഓഫാക്കിയിട്ടും തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ നല്ലോണം ഇളക്കി കൊടുത്തു. പിന്നെ മൂടി വെച്ചില്ല, പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റോളം തന്നെ ഇട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ഈ കറിയിൽ എല്ലായിടത്തും പിടിച്ച് നല്ല സെറ്റായി കിട്ടുള്ളൂ. അപ്പം നമ്മുടെ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങക്കൊത്തിൻ്റെയും മല്ലിയിലയുടെയും നല്ല കുറവുണ്ട്, ബാക്കിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി സൺഡേ.